നമുക്ക് എന്താണ് ഫേസ്ബുക്ക് പിക്സൽ, എങ്ങനെയാണ് ഫേസ്ബുക്ക് പിക്സൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, എങ്ങനെ നമുക്ക് റീടാർഗറ്റിംഗ് ക്യാമ്പയിൻസ് ചെയ്യാം, നമുക്ക് ഇതെല്ലാം ഇന്ന് ലൈവായിട്ട് കാണാം. സോ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു തിയറി എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ക്യാമ്പയിൻസ് ചെയ്യുന്നത് കസ്റ്റമറെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡയറക്റ്റ് കസ്റ്റമറെ നമുക്ക് കിട്ടില്ല. സോ നമ്മൾ സ്റ്റേജ് വൈസ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്ത് ലീഡ്സ് എടുത്ത് നമ്മൾ സെയിൽസിലേക്ക് കൺവേർട്ട് ചെയ്യും. അങ്ങനെ നമുക്ക് കസ്റ്റമറെ ലഭിക്കും. പക്ഷേ നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, വി നീഡ് കസ്റ്റമേഴ്സ്. ഒരു കസ്റ്റമറെ കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഓഡിയൻസിനെ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓഡിയൻസിനെ ഫൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, ദർ ഈസ് സംതിങ് കോൾഡ് ടാർഗറ്റ് ഓഡിയൻസ്. ടാർഗറ്റ് ഓഡിയൻസ് പറഞ്ഞാൽ നമ്മളുടെ പരസ്യം ആരിലേക്കാണ് നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് പൊതുവെ ഓരോ പ്രൊഡക്റ്റിനും ഓരോ സർവീസിനും അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അവരുടെ ഡെമോഗ്രഫി ഡിഫറെൻ്റ് ആയിരിക്കും, ഏജ് ഡിഫറെൻ്റ് ആയിരിക്കും, ഇൻട്രസ്റ്റ്, പ്രൊഫഷൻ, അതുപോലെ ഓൾ സോർട്ട് ഓഫ് തിങ്സ് ആർ ബേസ്ഡ് ഓൺ ദി പ്രൊഡക്റ്റ്. നൗ കംസ് കസ്റ്റം ഓഡിയൻസ്. കസ്റ്റം ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ഡിഫറെൻറ്റ് കണ്ടീഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓഡിയൻസ്. ഓഡിയൻസ് എന്ന് പറയുമ്പോൾ തിയററ്റിക്കലി നമ്മളുടെ പ്രൊഡക്റ്റ് ആരിലേക്ക് എത്തിക്കണം, അവരാണ് ഓഡിയൻസ്. ടെക്നിക്കലി മെറ്റയില് നമ്മൾ ഓഡിയൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ആഡ് ആരിലേക്ക് എത്തിക്കണം എന്നുള്ള ആൾക്കാരെയാണ് നമ്മൾ ഓഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ടാർഗറ്റ് ഓഡിയൻസ് നമുക്ക് ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കസ്റ്റം ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഓൺ ഡിഫറെൻറ്റ് കണ്ടീഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓഡിയൻസിനെയാണ് കസ്റ്റം ഓഡിയൻസ് എന്ന് പറയുന്നത്. ടാർഗറ്റ് ഓഡിയൻസിനെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഓഡിയൻസിനെ നമ്മൾ മെറ്റയിൽ സേവ്ഡ് ഓഡിയൻസ് എന്ന് പറയും. സേവ്ഡ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ടാർഗറ്റ് ഓഡിയൻസിനെ കൃത്യമായിട്ട് പിന്നീട് ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നു എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് ഓഡിയൻസിന്റെ സെലക്ഷൻ ക്രൈറ്റീരിയ സേവ് ചെയ്ത് വെക്കുന്നതിനെയാണ് സേവ്ഡ് ഓഡിയൻസ് എന്ന് പറയുന്നത്. കസ്റ്റം ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there are various conditions, primarily on two things. One, your sources or meta sources. യുവർ സോഴ്സസ് ഓർ മെറ്റാ സോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ കുറച്ച് ഡാറ്റ ഉണ്ട്, ഇതെല്ലാം നമ്മളുടെ സോഴ്സ് ആണ്. മെറ്റയുടെ സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ലീഡ്സ്, നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിരിക്കുന്ന ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിലില്ലാത്ത, അല്ലെങ്കിൽ മെറ്റ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഡാറ്റയാണ് മെറ്റാ സോഴ്സസ്. അതിന് പുറമേ നിന്ന് വരുന്നതാണ് യുവർ സോഴ്സസ്. ഈ രണ്ട് ഡാറ്റയും കസ്റ്റമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് കസ്റ്റം ഓഡിയൻസ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഓഡിയൻസ് ആണ് ലുക്കലൈക്ക് ഓഡിയൻസ്. ലുക്കലൈക്ക് ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമിലർ ടു ദി കസ്റ്റം ഓഡിയൻസ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന ഓഡിയൻസിനെ പോലുള്ള മറ്റുള്ളവർ, അതാണ് ലുക്ക് അലൈക്ക് എന്ന് പറയുന്നതിന്റെ അർത്ഥം. ഇതില് ലുക്ക് അലൈക്ക് 1% to 10%, ബേസിക്കലി 1 degree to 10 degree ആണ് ഇതിനകത്ത് സിമിലാരിറ്റി ഫേസ്ബുക്ക് തരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ കുറച്ച് ഓഡിയൻസിന്റെ ഡാറ്റ വെച്ചിട്ടോ എന്തെങ്കിലും കണ്ടീഷൻ വെച്ചിട്ടോ നമ്മൾ കസ്റ്റം ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്ത് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കസ്റ്റം ഓഡിയൻസിനെ പോലുള്ള ആൾക്കാരെ സിമിലാരിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഈ ഡാറ്റ നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കില്ല, പക്ഷെ നമ്മളുടെ ക്യാമ്പയിൻ ഈ പറയുന്ന ആൾക്കാരിലേക്ക് അയക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് 2 കാറ് വിൽക്കാനുണ്ട്, ഒന്ന് മാരുതി, ഒന്ന് ബെൻസ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇതിനു മുന്നേ മാരുതി വാങ്ങിയ ആൾക്കാരുടെ ഡാറ്റ കയ്യിലുണ്ട്, ഇതിനു മുന്നേ ബെൻസ് വാങ്ങിയ ആൾക്കാരുടെ ഡാറ്റ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഈ ലുക്ക് അലൈക്ക് ഓഡിയൻസ്, അതായത് ബെൻസ് വാങ്ങിയ ആൾക്കാരെ പോലുള്ള, ബെൻസ് വാങ്ങാൻ സാധ്യതയുള്ള മറ്റുള്ള ആൾക്കാരെയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ കസ്റ്റം ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ബെൻസ് വാങ്ങിയ ആൾക്കാരുടെ മാത്രം ഡാറ്റ വെച്ചിട്ട് നിങ്ങൾ ഒരു കസ്റ്റം ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതിന്റെ ഒരു ലുക്ക് അലൈക്ക് ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഡാറ്റ പോലെ സിമിലർ ആയിട്ടുള്ള മറ്റുള്ള പ്രൊഫൈൽസ് ഫേസ്ബുക്കിന് മനസ്സിലാക്കാൻ പറ്റുന്നതുകൊണ്ട് ആ ആൾക്കാരിലേക്ക് നിങ്ങൾക്ക്
പരസ്യം എത്തിക്കാനായിട്ട് സാധിക്കും ബൈ ടേക്കിംഗ് ദം ആസ് ലുക്ക് ലൈക്ക് ഓഡിയൻസ്. ആ ഓഡിയൻസ്, അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന നമ്മളുടെ കയ്യിലിരിക്കുന്ന ഡാറ്റയും അതുമായിട്ട് മാച്ച് ചെയ്യുന്ന ഓഡിയൻസിന്റെ സിമിലാരിറ്റി പെർസെൻറ്റേജ് ആണ് ഈ 1% to 10% എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സിമിലാരിറ്റി ഉള്ളത് 1%, ചെറിയ ചെറിയ രീതിയിൽ സിമിലാരിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുന്നത് അപ് ടു 10%. ഓക്കെ, ഇതാണ് ലുക്ക് ലൈക്ക് ഓഡിയൻസ്. ഓഡിയൻസിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ഇതിനകത്ത് നോട്ട് ചെയ്യേണ്ടത്, കസ്റ്റം ഓഡിയൻസിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വാല്യൂ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഞാൻ മാരുതിയും ബെൻസും എന്ന് പറഞ്ഞ പോലെ 5 ലക്ഷത്തിന്റെ പ്രൊഡക്റ്റ് വാങ്ങുന്ന ആൾക്കാർ, 50 ലക്ഷത്തിന്റെ പ്രൊഡക്റ്റ് വാങ്ങുന്ന ആൾക്കാരെല്ലാം ഡിഫറെന്റ് ആണ്. അപ്പൊ നിങ്ങളുടെ കസ്റ്റമർ ഡാറ്റാ ബേസിൽ പല പല പ്രൈസിന് പർച്ചേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഉള്ളതെങ്കിൽ ഒരുപാട് ഡാറ്റ വരുമ്പോൾ നിങ്ങൾക്കിത് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ മനസ്സിലാക്കാനും കണ്ടെത്താനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ആ സമയങ്ങളിൽ നിങ്ങൾക്ക് ഈ വാല്യൂ നിങ്ങളുടെ അപ്ലോഡ് ചെയ്യുന്ന ഡാറ്റയിൽ ഉണ്ടെങ്കിൽ ഫേസ്ബുക്കിന് മനസ്സിലാവും ഈ കസ്റ്റമറുടെ വാല്യൂ ഇതാണ്. അപ്പൊ വാല്യൂ ബേസ്ഡ് ലുക്ക് ലൈക്ക് ഓഡിയൻസും റീടാർഗറ്റിംഗും പോസിബിൾ ആണ്. ഓക്കെ, നൗ ഈ ഓഡിയൻസിന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അവരിലേക്ക് ക്യാമ്പയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ബട്ട് ഇൻ സം കേസസ് വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് നിങ്ങളുടെ ഓഡിയൻസിനെ നിങ്ങൾക്ക് അറിയണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളൊരു ഇൻഫ്ലുവൻസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 3 വീഡിയോ ഇട്ടു. ഒന്ന് ഹെൽത്തിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടു, പിന്നൊന്ന് നിങ്ങളൊരു കരിയറിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടു, പിന്നൊന്ന് ബിസിനസിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടു. അപ്പൊ ഈ 3 വീഡിയോയില് കരിയർ റിലേറ്റഡ് വീഡിയോന് അത്യാവശ്യം വ്യൂസ് വന്നു എന്ന് വിചാരിക്കുക, ഒരു 1 മില്യൺ വ്യൂസ് വന്നു. അപ്പോൾ ഈ വീഡിയോന്റെ വ്യൂസ് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആണ്. അപ്പൊ ഈ വീഡിയോ എന്താണെന്നും എങ്ങനത്തെ ആൾക്കാരാണ് ഇതിനകത്തേക്ക് എൻഗേജ് ആകുന്നതും എന്നും മനസ്സിലാക്കി ആ സിമിലർ ഓഡിയൻസിന്റെ അടുത്തേക്കാണ് ഈ വീഡിയോനെ ഫേസ്ബുക്ക് ബൈ ഡിഫോൾട്ട് പുഷ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള ആൾക്കാരിലൂടെയാണ് യു ഗോട്ട് 1 മില്യൺ വ്യൂസ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ഓഡിയൻസിന്റെ അടുത്തേക്ക് ഈ വീഡിയോ ഓൾറെഡി എത്തിയിട്ടുണ്ട്. ഇനി ഇവരിൽ നിന്ന് എങ്ങനെ നമുക്ക് ഡാറ്റ ക്യാപ്ചർ ചെയ്യാമെന്നുള്ളതാണ്. കാരണം ഇവർ വീഡിയോ കണ്ടു പോയി, ചിലർ കമന്റ് ചെയ്തു. കമന്റ് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾക്ക് കമന്റ് ഓട്ടോമേഷൻ വെച്ച് ക്യാപ്ചർ ചെയ്യാം. ലൈക്ക് ചെയ്ത ആൾക്കാരെ നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. അപ്പൊ ഇവരെ ഇനി എങ്ങനെ റീടാർഗറ്റ് ചെയ്യും? അപ്പോൾ ഇതാണ് ഫസ്റ്റ് ലെവൽ ഓഫ് എൻഗേജ്മെന്റ്. നമ്മൾ ഇതിനെ ഫണലിംഗ് പ്രോസസ്സിൽ നമുക്കിതിനെ വേണമെങ്കിൽ ടോപ്പ് ഓഫ് ദി ഫണൽ എന്ന് പറയാം. ഏറ്റവും ടോപ്പ് ഓഫ് ദി ഫണൽ ഈ പ്രോസസ്സിന് നമുക്ക് വേണമെങ്കിൽ കണക്കൂട്ടാം. ഈ പ്രോസസ്സിലൂടെ വന്ന ടോപ്പ് ഓഫ് ദി ഫണൽ, ഇതിലൂടെ വന്ന ആൾക്കാർ ബേസിക്കലി ഇവിടെ എൻഗേജ്മെന്റ് തന്നു, എൻഗേജ്ഡ് ആയി. ഇനി ഇവരിലേക്ക് നമുക്ക് ഇവരിൽ നിന്ന് നമുക്ക് അടുത്ത സെറ്റിലേക്ക് എത്തണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഡിയൻസ് ടൈപ്പ് ആണ് കസ്റ്റം ഓഡിയൻസ് ബേസ്ഡ് ഓൺ ദി മെറ്റാ സോഴ്സസ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മെറ്റാ ബിസിനസ് മാനേജറിൽ ഗോ ടു ഓഡിയൻസ്, അവിടെ ക്രിയേറ്റ് ഓഡിയൻസ് കൊടുക്കുന്ന സമയത്ത് ഈ പെർട്ടിക്കുലർ വീഡിയോ കണ്ട ആൾക്കാരെ നിങ്ങൾക്ക് ഓഡിയൻസ് ആയിട്ട് ചൂസ് ചെയ്യാം. നമുക്കൊന്ന് ചെയ്തു നോക്കാം. സോ ഗോ ടു മെറ്റാ ബിസിനസ് സ്യൂട്ട്, അതിനകത്ത് ഓഡിയൻസ് എടുക്കുക. ഓഡിയൻസിൽ ക്രിയേറ്റ് കസ്റ്റം ഓഡിയൻസ്, ഇതിനകത്ത് സേ വീഡിയോ. ഇപ്പോൾ വീഡിയോ എൻഗേജ് ആയ ആൾക്കാരാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സെലക്ട് വീഡിയോ. പീപ്പിൾ ഹു വാച്ച്ഡ് ദ വ്യൂ, അത് എത്ര പെർസെൻറ്റേജ് കണ്ടു? 75, 50% അതിൽ കൂടുതൽ കണ്ട ആൾക്കാർ മോസ്റ്റ്ലി ആ കണ്ടന്റുമായി എൻഗേജ്മെന്റ് ഉള്ള അല്ലെങ്കിൽ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും. അതിൽ താഴെയുള്ള ആൾക്കാർ ചിലപ്പോൾ റൈറ്റ് ഓഡിയൻസ് ആവണമെന്നില്ല, ദേ സ്കിപ്ഡ് ഇറ്റ്. അപ്പോൾ സേ 75 and 95% വ്യൂസ് ഉള്ള ആൾക്കാരെ, മീൻസ് എൻഗേജ് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ സെലക്ട് ചെയ്ത് ഏതാണോ ആ വീഡിയോ നിങ്ങൾ ആ പേജ് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ പേജ് സെലക്ട് ചെയ്തിട്ട് ഏത് വീഡിയോന്റെ എൻഗേജ്മെന്റ് ആണോ, ഞാനിപ്പോൾ റീസെന്റ് ചെയ്ത ഒരു വീഡിയോ ഏതെങ്കിലും എടുക്കാം. സോ ഐ വിൽ ടേക്ക് ദിസ്. ഇൻസ്റ്റാഗ്രാം പേജ് വേണോ നിങ്ങൾക്ക്? ഏത് പേജ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഫേസ്ബുക്ക് പേജ് വേണോ? ഏതിലാണോ നിങ്ങൾ പോസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എടുക്കാം.
So I'll choose this, then confirm. ഓക്കെ, അപ്പൊ ഈ രണ്ട് വീഡിയോസ് കണ്ടിട്ടുള്ള ആൾക്കാരെ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു. ഇനി 75% കണ്ടത് ആരെ? ഞാൻ സെയിം വീഡിയോ തന്നെ സെലക്ട് ചെയ്തു. അപ്പൊ ഈ വീഡിയോസിന്റെ 75% അല്ലെങ്കിൽ 95% കണ്ട ആൾക്കാരെ നമ്മൾ ഇവിടെ കഴിഞ്ഞ ഒരു വർഷം 365 ഡേയ്സ് ഈ വീഡിയോ ഈ 365 ഡേയ്സിന്റെ ഉള്ളിൽ ഈ വീഡിയോയിൽ എൻഗേജ് ആയ ആൾക്കാരെ നമ്മൾ വീഡിയോ എൻഗേജ്മെന്റ് വീഡിയോ എൻഗേജ്മെന്റ് ഫോർ കരിയർ ഗ്രോത്ത് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാം ആൻഡ് സേവ് ഇറ്റ്. ഇപ്പോൾ ഈ കണ്ടന്റിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു ഓഡിയൻസ് ക്രിയേറ്റ് ആവും. വീഡിയോ എൻഗേജ്മെന്റ് ഫോർ കരിയർ ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഓഡിയൻസ് ക്രിയേറ്റ് ആയി. ഇനി നമുക്ക് വേണ്ടത് ഈ ആൾക്കാരിലേക്ക് പരസ്യം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് നെക്സ്റ്റ് ഇനി നിങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് ലെറ്റ്സ് ഗോ ടു ആഡ്സ് മാനേജർ. ഓക്കെ, ഇവിടെ നിങ്ങൾ ആഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ബിസിനസ് 360 എന്ന് പറയുന്ന ഒരു ആഡ് അക്കൗണ്ടാണ് ഞാൻ എടുത്തത്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി ആ പെർട്ടിക്കുലർ വീഡിയോ എൻഗേജ് ആയ ആൾക്കാരിലേക്ക് മാത്രം നമ്മൾ ആഡ് പുഷ് ചെയ്യാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അവരെ നമ്മൾ സെലക്ട് ചെയ്തു. അവരെ ഓൾറെഡി നമ്മൾ ഓഡിയൻസ് ആയിട്ട് ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീഡിയോ എൻഗേജ്ഡ് ഫോർ കരിയർ ഗ്രോത്ത് എന്ന് പറഞ്ഞ് സേവ് ചെയ്തിട്ടുണ്ട്. അവരിലേക്ക് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓഡിയൻസിൽ നമുക്ക് അവരെ സെലക്ട് ചെയ്യാം. ഇവിടെ വീഡിയോ എൻഗേജ്മെന്റ് ഫോർ കരിയർ ഗ്രോത്ത് എന്ന് പറഞ്ഞ ഓഡിയൻസ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റി. കസ്റ്റം ക്രിയേറ്റ് ന്യൂ ഓഡിയൻസ് എന്ന് പറയുന്ന ഓഡിയൻസിൽ ക്രിയേറ്റ് ന്യൂ ഓഡിയൻസ് ഓപ്ഷനിൽ നമ്മൾ എക്സിസ്റ്റിംഗ് ഓഡിയൻസിനെ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ വീഡിയോ എൻഗേജ്മെന്റ് ഫോർ കരിയർ ഗ്രോത്ത് ഇങ്ങനെ നമുക്ക് നമ്മളുടെ ഫസ്റ്റ് ലെയർ കണ്ടന്റിൽ എൻഗേജ് ആയ ആൾക്കാരിലേക്ക് നമുക്ക് പരസ്യം ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് അടുത്ത ഒരു സ്റ്റെപ്പ് ഇതിൽ തന്നെ വേണ്ടത് ഇതുപോലുള്ള സിമിലർ ആയിട്ടുള്ള മറ്റുള്ള ആൾക്കാരിലേക്കും നമുക്ക് പരസ്യം ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അഗൈൻ ഗോ ടു ഓഡിയൻസ്, എന്നിട്ട് വീഡിയോ എൻഗേജ്മെന്റ് ഫോർ കരിയർ ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലുക്ക് അലൈക്ക് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യണം. ഈ ഓഡിയൻസിനെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ ആക്ഷൻസ് കാണാം. ആക്ഷൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ലുക്ക് അലൈക്ക് എന്ന് കാണാം. അപ്പൊ ഇതിന്റെ അർത്ഥം ആ വീഡിയോ കണ്ട് എൻഗേജ് ആയ ആൾക്കാർ ആരൊക്കെയാണോ അവരെ പോലുള്ള മറ്റുള്ളവർ, അതാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്, ക്രിയേറ്റ് ലുക്ക് അലൈക്ക്. ഇനി ഇവിടെ ലുക്ക് അലൈക്ക് ഓഡിയൻസ് സെലക്ട് ചെയ്തു. ലൊക്കേഷൻ എവിടെ ഉള്ള ആൾക്കാരെയാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടത്? ഇന്ത്യയിലുള്ള ആൾക്കാരെയാണ്. സോ വീഡിയോ എൻഗേജ്മെന്റ് ഫോർ കരിയർ ഗ്രോത്ത് എന്ന് പറയുന്ന ഈ ഓഡിയൻസിനെ സെലക്ട് ചെയ്ത് നമ്മളിവിടെ 1%, അത് ഏറ്റവും സിമിലർ ആയിട്ടുള്ള ആൾക്കാര് ഇന്ത്യയിൽ കണ്ടെത്തുക എന്ന് പറയുന്ന പർപ്പസോട് കൂടിയിട്ട് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്തു. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം ലുക്ക് അലൈക്ക് 1% വീഡിയോ എൻഗേജ്മെന്റ് ഫോർ കരിയർ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വീഡിയോ എൻഗേജ്മെന്റ് ഫോർ കരിയർ ഗ്രോത്ത് എന്ന് പറയുന്ന ഇതിന്റെ 1% ലുക്ക് അലൈക്ക് ഓഡിയൻസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. വളരെ സിമിലർ ആയിട്ടുള്ള ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ അവരെയും സെലക്ട് ചെയ്യാം. അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ വീഡിയോയിൽ എൻഗേജ് ആയ ആൾക്കാർ പ്ലസ് ആ വീഡിയോയിൽ എൻഗേജ് ആയ ആൾക്കാരെ പോലുള്ള ആൾക്കാരെയും നിങ്ങൾക്ക് നിങ്ങളുടെ ഓഡിയൻസ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ പരസ്യം ഈ പറഞ്ഞ ആൾക്കാരിലേക്കും പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടെ ഇവിടെ ഫിൽട്ടർ ചെയ്തെടുത്തു. ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ പരസ്യം കണ്ട് എൻഗേജ് ആയി അല്ലെങ്കിൽ ലീഡ് സബ്മിറ്റ് ചെയ്ത ഒരു സെറ്റ് ഓഫ് ആൾക്കാരെയാണ് നമുക്ക് വേണ്ടത്. സോ ഇവിടെ ലീഡിന് മുന്നേ നമുക്ക് ട്രാഫിക് നോക്കാം. നമ്മുടെ വീഡിയോ കണ്ട് എൻഗേജ് ആയ ആൾക്കാരിലേക്ക് നമ്മൾ ഓഡിയൻസ് ആയി സേവ് ചെയ്ത് അവരിലേക്ക് പരസ്യം പുഷ് ചെയ്തു. ആ പുഷ് ചെയ്ത പരസ്യം ട്രാഫിക് ആഡ് ആണെന്ന് വിചാരിക്കുക. ട്രാഫിക് ആഡിൽ സംഭവിക്കുന്നത് അവിടെ വെബ്സൈറ്റിലേക്ക് അവർ
വന്നു, അവർ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാനായിട്ട് വന്നു. ഇതാണ് ട്രാഫിക് ആഡിൽ സംഭവിക്കുന്നത്. ഇവര് ട്രാഫിക് ആഡിൽ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാനായിട്ട് വന്നു. അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് ഈ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റണം. കാരണം ഈ പരസ്യത്തിൽ ക്ലിക്ക് ചെയ്തു, അത് നമുക്ക് മനസ്സിലായി, ഇവരിലേക്ക് പരസ്യം വിട്ടു. ഈ പരസ്യത്തിലൂടെ വെബ്സൈറ്റിൽ എത്ര പേര് വിസിറ്റ് ചെയ്തു എന്നും അവരാര് എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. എന്നാൽ മാത്രമാണ് നമുക്ക് കുറച്ചും കൂടെ ഫിൽറ്റേർഡ് ആയിട്ടുള്ള ഇത് കിട്ടുള്ളൂ. ഇതിനെ നമുക്ക് ഇവിടെ ഈ ഒരു പ്രോസസ്സ് നമുക്ക് ബോട്ടം ഓഫ് ദി ഫണൽ എന്ന് വിളിക്കാം, അല്ല മിഡിൽ ഓഫ് ദി ഫണൽ എന്ന് വിളിക്കാം. അതായത് ഫസ്റ്റ് ലെവൽ നമ്മൾ റീച്ച് ചെയ്ത് എൻഗേജ് ചെയ്ത ആൾക്കാരിൽ നിന്ന് ഫർദർ ലീഡ് ക്യാപ്ചറിങ് പ്രോസസ്സ് നമ്മളിവിടെ മിഡിൽ ഓഫ് ദി ഫണലിൽ എക്സിക്യൂട്ട് ചെയ്യാണ്. അപ്പൊ ഈ വെബ്സൈറ്റിൽ വന്ന ആൾക്കാരെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് മെറ്റ പിക്സൽ ഇൻസേർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ഡാറ്റ സെറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഈ മെറ്റ പിക്സൽ എന്ന് പറയുന്നത് ഒരു ഡാറ്റ സോഴ്സ് ആണ്. ഡാറ്റ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഡാറ്റ ക്യാപ്ചർ ചെയ്യുന്നതിനാണ് ഡാറ്റ സോഴ്സ് എന്ന് പറയുന്നത്. ഈ ഡാറ്റ സോഴ്സിൽ ഒരുപാട് ഡാറ്റ സോഴ്സുകൾ ഉണ്ട്. ഈ ഡാറ്റ സോഴ്സിൽ ഒന്നാണ് മെറ്റ പിക്സൽ. ഈ മെറ്റ പിക്സലിൽ വരുന്ന ഡാറ്റ നമ്മൾ ഡാറ്റ സെറ്റിലേക്കാണ് സേവ് ചെയ്യുന്നത്. ഡാറ്റ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ ബേസ്. നോർമലി നമ്മളുടെ കയ്യിൽ കുറെ ഡാറ്റ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡാറ്റ ബേസ് എന്ന് പറയും. ഈ ഡാറ്റ ബേസിൽ നിന്ന് വ്യത്യസ്തമായി ഡാറ്റ സെറ്റ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളുടെ വെബ്സൈറ്റിൽ വന്ന ട്രാഫിക്കിൽ നിൽക്കുന്ന കുറെ ആൾക്കാർ ലീഡ് ഫോം സബ്മിറ്റ് ചെയ്തപ്പോൾ നമുക്ക് കുറെ ഡാറ്റ കിട്ടി. ആ ഡാറ്റയെ നമ്മൾ ഒരു എക്സലിൽ സേവ് ചെയ്തു. അത് നമ്മളുടെ ഒരു ഡാറ്റ ബേസ് ആണ്. പക്ഷെ ആ ലീഡ് ഫോമിൽ ഡാറ്റ സബ്മിറ്റ് ചെയ്യാതെ വെബ്സൈറ്റിൽ വന്ന് നിന്ന് അവിടുന്ന് തിരിച്ചു പോയ ആൾക്കാരെ നമുക്ക് ഡാറ്റ കിട്ടാത്തത് കൊണ്ട് ഡാറ്റ ബേസിലേക്ക് ആക്കാനായിട്ട് സാധിച്ചില്ല. പക്ഷെ അവരാരൊക്കെയാണ് എന്ന് ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിന് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അവരാര് എന്ന് പേരറിയില്ലെങ്കിലും ആരൊക്കെയാണ് വന്നതെന്ന് നമുക്ക് ഈ സോഫ്റ്റ്വെയറിന് അറിയാം. അവരിലേക്ക് നമുക്ക് പരസ്യം റീടാർഗറ്റ് ചെയ്യാൻ പറ്റും. ആ ഡാറ്റയാണ് ഡാറ്റ സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡാറ്റ എവിടെയാണ് ഉണ്ടാകുന്നത്? ഡാറ്റ സോഴ്സ് എന്താണ്? നമുക്ക് അതിന് പോകേണ്ടത് നമ്മുടെ മെറ്റ ബിസിനസ് സ്യൂട്ട് എടുക്കുക. അതിനുശേഷം യു ക്യാൻ ഗോ ടു data. You can go to events manager. ഓക്കെ, ഇവന്റ്സ് മാനേജറിൽ പോയി കഴിഞ്ഞാൽ ഇവന്റ്സ് മാനേജറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ ഡാറ്റ സോഴ്സസ് കാണാം. ഡാറ്റ സോഴ്സസിൽ ഇപ്പൊ ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുള്ള രണ്ട് ഡാറ്റ സോഴ്സുകളാണ് ഈ ബിസിനസ് 360 ആൻഡ് ബിസിനസ് 360 പിക്സൽ എന്ന് പറയുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഡാറ്റ സെറ്റ് ഇവിടെ കണക്ട് ചെയ്യുന്നത് എങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു ഡാറ്റ സോഴ്സ് കാണാൻ പറ്റും. ഡാറ്റ സോഴ്സ്, കണക്ട് ഡാറ്റ സോഴ്സ് എന്ന് പറഞ്ഞ് കാണാനായിട്ട് സാധിക്കും. ഈ ഡാറ്റ സോഴ്സ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ വെബ്സൈറ്റിൽ നിന്ന് വരുന്ന ഈ വെബ്സൈറ്റിൽ വരുന്ന ട്രാഫിക്കിനെ നമുക്ക് ഡാറ്റ സെറ്റിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഈ ഡാറ്റ സെറ്റിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡാറ്റ സോഴ്സ്. ഹൗ ടു കണക്ട് ഡാറ്റ സോഴ്സ്? അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കണക്ട് ഡാറ്റ സോഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് വെബ് സെലക്ട് ചെയ്യുക. ഇപ്പൊ ഞാൻ ഓൾറെഡി ഇതിനകത്ത് വെബ് സെലക്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇവിടെ ഓപ്ഷൻ അവൈലബിൾ അല്ല. ബട്ട് നിങ്ങൾക്ക് ഇവിടെ ആദ്യമായിട്ടാണ് ഡാറ്റ സോഴ്സ് കണക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ വെബിൽ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് യു ക്യാൻ സീ ഒരു കോഡ് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇതുപോലെ ഒരു കോഡ് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, അതായത് നിങ്ങൾ ഡാറ്റ സോഴ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് വെബ്സൈറ്റ് സെലക്ട് ചെയ്ത് മുന്നോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പേര് എൻ്റർ ചെയ്യാൻ പറയും. ആ പേര് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലൊരു കോഡ് വരും. ഈ കോഡ് നിങ്ങൾ ഇവിടുന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, ഈ മെറ്റ പിക്സൽ കോഡ് നിങ്ങളുടെ വെബ്സൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വെബ്സൈറ്റിലെ ഡാറ്റ ഫേസ്ബുക്കുമായിട്ട് ലിങ്ക് ആകുന്നത്. അപ്പോൾ ഇതിന് മുന്നേ നിങ്ങളുടെ പിക്സൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ അതിന് ശേഷം
അത് പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ആയോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. നിങ്ങൾ ക്രോം സ്റ്റോർ എടുക്കുക. ക്രോം സ്റ്റോർ എടുത്തിട്ട് ക്രോം സ്റ്റോറിൽ മെറ്റ പിക്സൽ ഹെൽപ്പർ എന്ന് പറഞ്ഞൊരു എക്സ്റ്റൻഷൻ ഉണ്ട്. ഈ എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ഈ എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴുള്ള ഗുണം, നിങ്ങൾക്ക് മുകളിൽ ഒരു എക്സ്റ്റൻഷൻ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. എക്സ്റ്റൻഷൻസിൽ മെറ്റ പിക്സൽ ഹെൽപ്പർ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് ഗ്രേ കളർ ആണെങ്കിൽ ഇതിനകത്ത് പിക്സൽ ഇല്ല എന്നാണ് അർത്ഥം. പകരം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അവിടെ ബ്ലൂ കളറാണ് വരുന്നതെങ്കിൽ ഇതിനകത്ത് മെറ്റ പിക്സൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഒന്നുകൂടെ പറയാം, പിക്സൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ മെറ്റ പിക്സൽ ഹെൽപ്പർ എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും മെറ്റ പിക്സൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ആദ്യം ഇല്ലാത്ത സമയത്ത് ഇങ്ങനെയായിരിക്കും കാണുക, മുകളിൽ റൈറ്റ് സൈഡിൽ കാണാം. അത് ഇൻസ്റ്റാൾ ആയതിനു ശേഷം യു വിൽ സീ ദ ബ്ലൂ കളർ. അതിൽ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ഇവന്റ്സ് ഉണ്ട് എന്നുള്ളതാണ് ഈ നമ്പർ കാണിക്കുന്നത്. നമുക്ക് അതിലേക്ക് വരാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ കോഡ് കോപ്പി ചെയ്യുക. കോഡ് കോപ്പി ചെയ്തതിന് ശേഷം ഗോ ടു യുവർ വെബ്സൈറ്റ്. ഏതാണോ വെബ്സൈറ്റ്, ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് HTML ടാഗ് ഹെഡിന്റെ ഉള്ളിലാണ് വരേണ്ടത്. ഹെഡ് എൻഡ് ചെയ്യുന്നതിന് മുന്നേ ആണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. സേ ഇവിടെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്. ഞാൻ ഇതിന്റെ സെറ്റിംഗ്സിൽ നമുക്കിവിടെ ഒരു ഹെഡ് ടാഗ്, ഇതൊരു ബിൽഡറാണ്. ബിൽഡർ ആയതുകൊണ്ട് ഇതിനകത്ത് ഓൾറെഡി ഇത് പേസ്റ്റ് ചെയ്യാനുള്ള ഇത് ഇവിടെ ഉണ്ട്, പ്രൊവിഷൻ ഇവിടെ ഉണ്ട്. പക്ഷെ നിങ്ങളൊരു നോർമൽ HTML ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അതിന്റെ HTML കോഡിന്റെ ഉള്ളിൽ വേണം ഈ കോഡ് പേസ്റ്റ് ചെയ്യാനായിട്ട്. ഈ കോഡ് ഒരിക്കൽ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഈ പിക്സലുമായിട്ട് ഫേസ്ബുക്കുമായിട്ട് ഈ വെബ്സൈറ്റിന് ഡാറ്റാ സെറ്റിന് വേണ്ടിയിട്ട് പിക്സൽ ഇന്റഗ്രേഷനിലൂടെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ ഈ ID എന്ന് പറയുന്ന ഈ ID ആണ് നിങ്ങളുടെ യൂണീക്ക് ID. അപ്പൊ എല്ലാ സ്ഥലത്തും ഇപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തു, ചിലപ്പോൾ നാളെ നിങ്ങൾ വേറെ പിക്സൽ കോഡ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലും പിക്സൽ ഹെൽപ്പറിൽ നിങ്ങൾക്ക് ആ ബ്ലൂ കളർ കാണാൻ പറ്റും. പക്ഷെ ഇത് തന്നെയാണോ നിങ്ങളുടെ ഡാറ്റാ സെറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പിക്സൽ ID എന്ന് അറിയാനായിട്ട് മെറ്റയുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് ഈ ID എപ്പോഴും നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഒന്നുകിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ കാണാനായിട്ട് സാധിക്കും, പക്ഷെ ഇത് വെച്ചിട്ടാണ് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യേണ്ടത്. നൗ സേവ്. ഇത് സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ക്രോമിലേക്ക് പോവുക. ഗൂഗിൾ ക്രോമിൽ ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ബ്ലൂ കളറിൽ വന്നിട്ടുണ്ട് മെറ്റ പിക്സൽ ID. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ പിക്സൽ ഒരു വെബ്സൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ്, അപ്പോൾ നമ്മളിവിടെ ഒരു വെബ്സൈറ്റിനെ നമ്മളുടെ ഡാറ്റ സെറ്റുമായിട്ട് കണക്ട് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഈ ഡാറ്റ സെറ്റിൽ അല്ലെങ്കിൽ ഈ വെബ്സൈറ്റിൽ നടക്കുന്ന ഏത് ഇവന്റിലാണ് നമുക്ക് ഡാറ്റ ക്യാപ്ചർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. ഇവന്റ് എന്ന് പറഞ്ഞാൽ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഇവന്റ് ആണ്. ഒരാൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക, ആഡ് ടു കാർട്ട്, ഫോം ഫില്ല് ചെയ്യുക, ഇതെല്ലാം ഓരോരോ ഇവന്റുകളാണ്. ഈ ഇവന്റുകളെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ള അടുത്ത് നോക്കാം. സോ ഇത് കോപ്പി കോഡ് ദെൻ വെബ്സൈറ്റിൽ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഓപ്പൺ ഇവന്റ് സെറ്റപ്പ് ടൂൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഓപ്ഷൻ വരും, ഇവന്റ് സെറ്റപ്പ് ടൂൾ. അപ്പൊ ഞാനത് തൽക്കാലം ഇതിലല്ല ഞാൻ ചെയ്യുന്നത്, ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതിൽ ഞാൻ കാണിച്ചു തരാം. സോ ഐ വിൽ ഗോ ടു മാനേജ് ഇന്റഗ്രേഷൻസ്, കോൺഫിഗർ ഇവന്റ്സ്. അപ്പൊ ഈ ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വെബ്സൈറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇതിലിവിടെ ഒരു 1 എന്ന് പറഞ്ഞ് കണ്ടു. ഈ 1 ഇവിടെ നിങ്ങൾക്ക് ഈ 1 ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇവിടെ പേജ് വ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രീൻ ടിക്ക് കാണാം. അപ്പൊ പേജ് വ്യൂ ഇവിടെയുള്ള ഈ വെബ്സൈറ്റിൽ കോൺഫിഗർ ചെയ്തിട്ടുള്ള ഒരു ഇവന്റ് ആണ്. ഓക്കെ, സോ അതുപോലെ നമുക്ക് ഇവന്റ്സ് മാനേജ് ചെയ്യണം. അപ്പൊ നമ്മളിവിടെ ഇവന്റ് സെറ്റപ്പ് ടൂൾ എടുക്കണം. ഇവന്റ് സെറ്റപ്പ് ടൂൾ ഓൾറെഡി നിങ്ങൾ പിക്സൽ ഇൻസ്റ്റാൾ ചെയ്ത് അടുത്ത സ്റ്റെപ്പിൽ പോകുമ്പോൾ ഈ ഒരു ഓപ്ഷൻ ഇവിടെ ലഭിക്കുന്നുണ്ടായിരിക്കും. ഞാനിവിടെ ആ ഒരു മുന്നേ ക്രിയേറ്റ് ചെയ്തതിന്റെ ഇവന്റ് സെറ്റപ്പിലേക്കാണ് പോകുന്നത്. ഞാനപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇനി നിങ്ങൾക്ക് ഏത് വെബ്സൈറ്റിലാണോ ഇവന്റ് സെറ്റപ്പ് ചെയ്യേണ്ടത് ആ ഇവന്റിന്റെ ആ ലിങ്ക് ഇവിടെ കൊടുക്കണം. ആ ലിങ്ക് നിങ്ങളിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം.
ഇവിടെ ആ ലിങ്ക് കൊടുത്തിട്ട് വേണം നിങ്ങൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട്. കാരണം എന്നാൽ മാത്രമാണ് ഫേസ്ബുക്കിന് ഈ ഒരു ഇവന്റ് സെറ്റപ്പ് ടൂള് ഓപ്പൺ ആക്കി തരാൻ പറ്റുള്ളൂ. അതിന് ഇത് കിട്ടുള്ളൂ, പെർമിഷൻ കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ പർച്ചേസ് ലീഡ് എന്നൊക്കെ പറഞ്ഞിട്ട് 2 ഓപ്ഷൻ കാണാം. അപ്പൊ ഞാൻ ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇവിടെ പ്രൈസിങ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ഇവന്റിന് ഞാൻ പർച്ചേസ് എന്ന് പറഞ്ഞു കൊടുത്തു. ബുക്ക് ഡെമോ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതിന് ഞാനിവിടെ ലീഡ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇത് എങ്ങനെയാ കൊടുക്കുന്നത്? ട്രാക്ക് ന്യൂ ബട്ടൺ എന്ന് പറഞ്ഞ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ട്രാക്ക് ന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ ലോഗിൻ ബട്ടൺ മുകളിൽ വന്നിട്ട് സെലക്ട് ആയി വന്നിട്ടുണ്ട്. താഴെയുള്ള ബട്ടണൊക്കെ ഓൾറെഡി ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ട് അത് സെലക്ട് ആയിട്ടില്ല, അല്ലെങ്കിൽ അതും വന്നേനെ. അപ്പൊ ഞാനിവിടെ ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എന്ത് ഇവന്റ് ആണ് കൊടുക്കേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പൊ ഞാനിവിടെ എനിക്ക് വേണമെങ്കിൽ ഇവിടെ സബ്സ്ക്രൈബ് വ്യൂ കണ്ടന്റ്, വ്യൂ കണ്ടന്റ്. ഇപ്പൊ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന ഒരാൾ ഈ വ്യൂ കണ്ടന്റ് എന്ന് പറയുന്ന ഒരു ഇവന്റ് ആണ്, ഒരു ആക്ഷൻ ആണ് എടുക്കുന്നത് എന്ന് ഞാനിവിടെ ഡിഫൈൻ ചെയ്യാണ്. അപ്പോൾ നാളെ ഇനി ആരെങ്കിലും എൻ്റെ വെബ്സൈറ്റിൽ വന്നിട്ട് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ഇതിനെ ആ ഒരു രീതിയിലുള്ള ഇവന്റ് ആയിട്ട് എടുക്കും. നിങ്ങൾക്ക് ഇതിന്റെ ബാക്കിൽ കാണാൻ പറ്റും പേജ് വ്യൂ, വ്യൂ കണ്ടന്റ്, പർച്ചേസ് എന്ന് പറഞ്ഞ് പല പല ഓപ്ഷൻസ് ഇവിടെ കാണാം. അപ്പോൾ വ്യൂ കണ്ടന്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഇവിടെ ആ ട്രാഫിക് വന്ന് ആഡ് ആവും, ഡാറ്റ സെറ്റ് ആഡ് ആവും. അതുപോലെ പർച്ചേസ് എന്ന് പറയുന്ന ബട്ടണാണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ഇവന്റിൽ വന്നിട്ട് സേവ് ആവും. അപ്പൊ ഇതെല്ലാം നമ്മളുടെ ഇവന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡാറ്റ സെറ്റുകൾ ഇവിടെ ബിൽഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ പർച്ചേസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ആൾക്കാർ ആരൊക്കെയാണ്, എത്ര പേരുണ്ട്, അല്ലെങ്കിൽ പേജ് വ്യൂ ചെയ്ത ആൾക്കാർ എത്ര പേരുണ്ട്. ഈ ഡാറ്റ എല്ലാം നിങ്ങൾക്ക് ഇവിടെ ഫിഗേഴ്സും കാണാൻ പറ്റും, അതിവിടെ സേവ് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഞാൻ എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് വാല്യൂ കൊടുക്കാം എന്നുകൊണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലീഡ് വാല്യൂ എത്രയാണ് എന്ന് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യണമെങ്കിൽ മെൻഷൻ ചെയ്യാം. ഞാനിവിടെ ഡോണ്ട് ഇൻക്ലൂഡ് വാല്യൂ, കാരണം ഞാൻ അവിടെ വാല്യൂ പറയുന്നില്ല. ദെൻ കൺഫേം ചെയ്തു. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ വെബ്സൈറ്റിൽ വരുന്ന ആൾക്കാരെ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാം. അതോടൊപ്പം വെബ്സൈറ്റിലെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാം. എന്നിട്ട് ഫിനിഷ് സെറ്റപ്പ്, ഫിനിഷ്. അപ്പൊ ഇത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ പേജ് ക്ലോസ് ആയി. അപ്പോൾ അതിവിടെ നമ്മളൊരു ഇവന്റ് ആഡ് ആയി. അപ്പൊ ഇവിടെ പേജ് വ്യൂ കണ്ടന്റ്, പർച്ചേസ്, സബ്മിറ്റ് ആപ്ലിക്കേഷൻ, ലീഡ്, ഇങ്ങനെ കുറച്ച് ഇവന്റ്സ് ക്രിയേറ്റ് ആയി. അപ്പൊ ഈ ഇവന്റ്സ് ക്രിയേറ്റ് ആയതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മളുടെ പിക്സൽ ഡാറ്റയിൽ നമ്മൾ എന്ത് ചെയ്തു, അടുത്ത സ്റ്റെപ്പ്, അത് വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോയി ഇവന്റ്സ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ഒരു സ്റ്റെപ്പും കൂടെ മനസ്സിലായി. ഈ പറയുന്ന ആൾക്കാർ, ട്രാഫിക് നമുക്ക് ഇവിടെ വന്നു, ഇവിടെ ട്രാഫിക് വന്നു. ആ ട്രാഫിക്കിന്റെ ലുക്ക് ലൈക്ക് ഓഡിയൻസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അവരിലേക്ക് നമ്മളൊരു ട്രാഫിക് ക്യാമ്പയിൻ റൺ ചെയ്തു. ട്രാഫിക് ക്യാമ്പയിൻ റൺ ചെയ്തിട്ട് ട്രാഫിക് വെബ്സൈറ്റിൽ വന്നു. വെബ്സൈറ്റിൽ വന്നിട്ട് അവർ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇവിടെ ഇവന്റ്, ഇവര് പെർട്ടിക്കുലർ ബട്ടൺ ക്ലിക്കിലേക്ക് വന്നു. അപ്പൊ നമുക്ക് ആ ഡാറ്റ ഇവിടെ കിട്ടി. ഇനി നിങ്ങൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡാറ്റ സെറ്റ് എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾക്ക് ഈ ഐക്കണിൽ ശ്രദ്ധിച്ചാൽ അറിയാം, മുകളിൽ പിക്സൽ ആണ്, താഴെ ഡാറ്റ സോഴ്സ് ആണ്. അപ്പൊ ഡാറ്റ സോഴ്സ് ആണ് നിങ്ങൾ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഡാറ്റ സോഴ്സിന് പെർമിഷൻ കൊടുത്താൽ മാത്രമാണ് ആഡ് അക്കൗണ്ടിന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വെബ്സൈറ്റിൽ വരുന്ന ട്രാഫിക്, ഇപ്പൊ നിങ്ങൾക്ക് നേരത്തെ നമ്മൾ സോഴ്സ് ക്രിയേറ്റ് ചെയ്ത സമയത്ത്, മെറ്റാ സോഴ്സസ് ക്രിയേറ്റ് ചെയ്ത സമയത്ത്, മെറ്റാ സോഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ പെർട്ടിക്കുലർ വീഡിയോ സെലക്ട് ചെയ്ത് കൊടുത്തിരുന്നു. അപ്പൊ ആ സോഴ്സ് ഡാറ്റ ഓൾറെഡി ഫേസ്ബുക്കിന്റെ കയ്യിലുണ്ട്, അത് ആഡ്സ് മാനേജറിന് അവൈലബിളും ആണ്. പക്ഷേ ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ സോഴ്സിലെ ഡാറ്റ എന്ന് പറയുന്നത് നമ്മളുടെ വെബ്സൈറ്റിൽ നിന്ന് ഈ മെറ്റാ ഡാറ്റ സെറ്റിലേക്ക് വന്നിട്ടുള്ള ഡാറ്റയാണ്. ഈ ഡാറ്റ ഇതുവരെ ആഡ്സ് മാനേജറിന് ആക്സസിബിൾ അല്ല. അപ്പോൾ ആഡ്സ് മാനേജറിന് ഈ ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റിയാൽ മാത്രമാണ് ഓഡിയൻസ് ക്രിയേഷൻ നടക്കുള്ളൂ. കാരണം ഈ ഓഡിയൻസ് ആഡ്സ് മാനേജറിന്റെ ഒരു ഫീച്ചറാണ്. അപ്പോൾ ഈ ഡാറ്റ സെറ്റിനെ നമ്മൾ ഓഡിയൻസ് ആക്കി മാറ്റണമെങ്കിൽ ആഡ്സ് മാനേജറിന് പെർമിഷൻ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ബിസിനസ് 360 എന്ന് പറയുന്ന ഡാറ്റ സോഴ്സ് സെലക്ട് ചെയ്തിട്ട്
നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, ഇവിടെ ക്രിയേറ്റ് കസ്റ്റം ഓഡിയൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ബട്ടൺ വരും. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ പേജ് ഓപ്പൺ ചെയ്യുക. ആ പേജ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആഡ്സ് മാനേജർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഫുൾ ഡാറ്റ സെറ്റും കാര്യങ്ങളും ഗോ ടു സെറ്റിംഗ്സ്, ഈ ഡാറ്റ സെറ്റ് ഇവിടെ കാണാം. ഈ ഡാറ്റ സെറ്റിന്റെ ഓപ്ഷൻ വരും. ഈ ഡാറ്റ സെറ്റിൽ നിങ്ങൾ കണക്ട് അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മുടെ വെബ്സൈറ്റിൽ വരുന്ന ഡാറ്റ പിക്സൽ വഴി ഡാറ്റ സോഴ്സിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഡാറ്റ സോഴ്സിൽ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന കോഡ് വഴി വരുന്ന നമ്മൾ ബിസിനസ് 360 എന്ന് പറഞ്ഞ് പേര് കൊടുത്തിട്ടുള്ള ഈ ഡാറ്റ സോഴ്സിലേക്ക് ഡാറ്റ വരുന്നുണ്ട്. പക്ഷെ ഈ ഡാറ്റ നമ്മൾ ആഡ്സ് മാനേജറിന് ആക്സസ് ആയിട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡാറ്റ സെറ്റ് എടുത്ത് ഏത് സോഴ്സ് ആണോ ഡാറ്റ സെറ്റ് ആണോ നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് റൈറ്റ് സൈഡിൽ കണക്ട് അസറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, കണക്ട് അസറ്റ്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ആഡ്സ് മാനേജർ അക്കൗണ്ട് വരും. ഇത് ഓൾറെഡി കണക്റ്റഡ് ആണ്. ബട്ട് നിങ്ങൾ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആഡ്സ് മാനേജർ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ആഡ്സ് മാനേജർ അക്കൗണ്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബിസിനസ് 360 എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ഡാറ്റ സോഴ്സ് നിങ്ങളുടെ ആഡ്സ് മാനേജറിന് അവൈലബിൾ ആയിട്ട് വരും. അത് ഒരിക്കൽ അവൈലബിൾ ആയി വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ കാണാം, ഇതുപോലെ കാണാം. ഓക്കെ, ഇതുപോലെ കാണുന്ന സമയത്ത് ഇതിനെ സെലക്ട് ചെയ്യുക, ക്ലിക്ക് നെക്സ്റ്റ്. എന്നിട്ട് നിങ്ങൾ ഇവിടെ ബിസിനസ് 360 എന്ന് പറയുന്ന സോഴ്സ് എടുക്കുക, അല്ലെങ്കിൽ ഏത് സോഴ്സ് ആണോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടത് അത് എടുക്കുക. അപ്പോൾ ഞാനിവിടെ ബിസിനസ് 360 എന്ന് പറയുന്നതാണ് നമ്മളുടെ ഡാറ്റ സോഴ്സ്, അതെടുത്തു. അതിനുശേഷം ഏത് ആൾക്കാരാണ് നിങ്ങൾക്ക് വേണ്ടത്, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പേജ് വിസിറ്റ് ചെയ്ത ആൾക്കാരാണോ വേണ്ടത്, അതോ എല്ലാവരും വേണോ, ഈ കണ്ടീഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, അപ്പൊ അതിനകത്ത് ഓരോരോ കണ്ടീഷനായിട്ട് നമുക്ക് കാണാം. ഓൾ വെബ്സൈറ്റ് വിസിറ്റേഴ്സ്, നിങ്ങളുടെ വെബ്സൈറ്റിൽ കഴിഞ്ഞ 30 ദിവസം വിസിറ്റ് ചെയ്ത എല്ലാവരെയും നിങ്ങൾക്ക് ഓഡിയൻസ് ആയിട്ട് സേവ് ചെയ്യണമെങ്കിൽ ഓൾ വിസിറ്റേഴ്സ് എന്ന് പറഞ്ഞ് സേവ് ചെയ്യാം. ഓൾ വിസിറ്റേഴ്സ് 30 days എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാം. അല്ലെങ്കിൽ ഈ പെർട്ടിക്കുലർ പേജ്, ഇപ്പൊ നിങ്ങൾക്കൊരു പ്രൈസിങ് പേജ് ഉണ്ടെങ്കിൽ ആ പ്രൈസിങ് പേജ് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങളിവിടെ പ്രൈസിങ് പേജ് ഉണ്ട് നിങ്ങൾക്കെങ്കിൽ ഈ പ്രൈസിങ് പേജ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഈ പേജിൽ വിസിറ്റ് ചെയ്ത ആൾക്കാരെ മാത്രം നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ചിലപ്പോൾ നിങ്ങളൊരു വെബിനാർ റൺ ചെയ്യുന്നുണ്ട്, ആ വെബിനാറിന്റെ ആ പേജിലേക്ക് വന്ന ആൾക്കാരെ മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പേജ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓൾ വെബിനാർ വിസിറ്റേഴ്സ് 30 days, ഇത് അപ് ടു 90 days വരെ നിങ്ങൾക്ക് പോവാം. ഇങ്ങനെ സേവ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ സേവ് ചെയ്യാം ഈ ഓഡിയൻസിനെ. ഇനി ഇതല്ല നിങ്ങൾക്ക് വേണ്ടത്, മറ്റൊരു ഓപ്ഷനാണ് എത്ര ടൈം സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. എത്ര ടൈം സ്പെൻഡ് ചെയ്തു നിങ്ങളുടെ വെബ്സൈറ്റിൽ, അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസിറ്റേഴ്സ് ബൈ ടൈം സ്പെൻഡ് എടുക്കാം. ഇനി ഇതുമല്ല നിങ്ങൾക്ക് വേണ്ടത് പേജ് വ്യൂ. നമ്മളിപ്പോൾ കുറച്ച് ഇവന്റ്സ് അവിടെ കണ്ടിരുന്നു, ഈ ഓരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ ഇവന്റ് ആണ്. അപ്പൊ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ബട്ടൺ, അതായത് പ്രൈസിങ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന ഒരാൾ പർച്ചേസ് എന്ന് പറയുന്ന ഒരു ഇവന്റിലാണ് നമ്മൾ അതിനെ കണക്കൂട്ടിയത്. അപ്പൊ പ്രൈസിങ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന ആൾക്കാരെ മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അവരെ നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി മറ്റൊരു യൂസ് കേസ് വരുന്നത് പ്രൈസിങ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു പക്ഷേ അയാൾ പേയ്മെന്റ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തേക്ക് നിങ്ങൾക്ക് പരസ്യം പുഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് താഴെ എക്സ്ക്ലൂഡ് പീപ്പിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ഒന്നുകൂടെ പറയാം, ബിസിനസ് 360 എന്ന് പറയുന്ന പേജിൽ വന്ന് പർച്ചേസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത കഴിഞ്ഞ 90 days ക്ലിക്ക് ചെയ്ത ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് എക്സ്ക്ലൂഡ് പീപ്പിൾ എന്നെടുത്തു. എക്സ്ക്ലൂഡ് പീപ്പിൾ, അതിൽ സ്പെസിഫിക് പേജ് എടുത്തു. ഇവിടെ ഞാൻ ഈ പേജ് പേസ്റ്റ് ചെയ്തു. അപ്പൊ ഇതൊരു താങ്ക് യു പേജ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക, ഒരു കൺഫർമേഷൻ പേജ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ നിങ്ങളുടെ വെബ്സൈറ്റിൽ ബൈ നൗ ബട്ടൺ ഉണ്ട്, ക്ലിക്ക് ചെയ്തു പക്ഷെ അയാൾ താങ്ക് യു പേജിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെയുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യാൻ നമ്മൾ ഈ കണ്ടീഷനാണ് യൂസ് ചെയ്യുക. കാരണം ഈ പേജ് വിസിറ്റ് ചെയ്ത ആൾക്കാർ പേയ്മെന്റ് ചെയ്തു എന്നാണ് അർത്ഥം. പേയ്മെന്റ് ചെയ്തിട്ടാണ് കൺഫർമേഷൻ പേജ് വരുന്നത്.
പേയ്മെന്റ് ചെയ്ത് ഈ പേജിൽ എത്തിയ ആൾക്കാരെ നമുക്ക് ഇനി വേണ്ട, കാരണം അവർ ഓൾറെഡി പേയ്മെന്റ് ചെയ്തു. നമുക്ക് വേണ്ടത് ആ പേയ്മെന്റ് ചെയ്യാത്ത ആൾക്കാരിലേക്ക് റീടാർഗറ്റിംഗ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആ പേജ് സെലക്ട് ചെയ്ത് പർച്ചേസ് ബട്ടൺ സെലക്ട് ചെയ്തു, അതിനുശേഷം ആ താങ്ക് യു പേജ് വിസിറ്റ് ചെയ്യാത്ത ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ പർച്ചേസ് ഇന്റന്റ് ഓഡിയൻസ് നോട്ട് യെറ്റ് പർച്ചേസ്ഡ് എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു പേര് കൊടുക്കണമെങ്കിൽ പേര് കൊടുക്കാം ആൻഡ് ക്രിയേറ്റ് ഓഡിയൻസ്. അപ്പൊ ഈ ആൾക്കാർ എന്ന് പറയുന്നത് നിങ്ങളുടെ വെബ്സൈറ്റിൽ വന്ന് പർച്ചേസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, പക്ഷെ പേയ്മെന്റ് ചെയ്ത് കൺഫർമേഷൻ പേജിലേക്ക് പോവാത്ത ആൾക്കാരാണ്. അപ്പൊ അവരിലേക്ക് നിങ്ങൾ റീടാർഗറ്റിംഗ് ആഡ് റൺ ചെയ്യണം. അവരായിരിക്കും ഏറ്റവും ഹോട്ടായി നിൽക്കുന്ന ഓഡിയൻസ്. ഇനി ഇവിടെ നിൽക്കുന്ന മറ്റൊരു ഓപ്ഷനാണ് ക്രിയേറ്റ് എ ലുക്ക് അലൈക്ക് ഓഡിയൻസ്. അപ്പോൾ അത്രയും ഹോട്ടായി നിൽക്കുന്ന ആൾക്കാരുടെ ഡാറ്റ സെറ്റ് വഴി നമുക്ക് മെറ്റയ്ക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ട് ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അതേപോലുള്ള ആൾക്കാരെ നമുക്ക് എങ്ങനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ എക്സാക്ട്ലി അതുപോലുള്ള ആൾക്കാരുടെ ലുക്ക് അലൈക്ക് ഓഡിയൻസും കൂടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത് ഏറ്റവും ക്രീം ഓഡിയൻസ് ആയിട്ട് മാറും. ഇങ്ങനെയാണ് നമ്മൾ, എന്നിട്ട് അത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് അവിടെ ഓഡിയൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം പർച്ചേസ് ഇന്റന്റ് ഓഡിയൻസ് നോട്ട് യെറ്റ് പർച്ചേസ്ഡ്. അപ്പൊ ഇത് ശരിക്കും ഇവിടെ നമുക്ക് വാണിംഗ് തരുന്നുണ്ട്, റൂൾസ് മേ ബി ടു സ്ട്രിക്റ്റ് എന്ന് പറയുന്നുണ്ട്. കാരണം നമുക്ക് അത്രയും ട്രാഫിക് ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് വേണ്ടത് അത്രയും കുറച്ച് നമ്പേഴ്സും ആണ്. കാരണം പർച്ചേസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് പോയിട്ടുള്ള ആൾക്കാർ അത്രയും കുറവായിരിക്കും. ഇനി ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവരുടെ ഇതിന്റെ ലുക്ക് അലൈക്ക് ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ലുക്ക് അലൈക്ക് ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ പർച്ചേസ് ഇന്റന്റ് ഓഡിയൻസിനെ സെലക്ട് ചെയ്തിട്ട് ഇതിന്റെ ലുക്ക് അലൈക്ക് ഇന്ത്യയിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ക്രീം ഓഡിയൻസ് ആയിട്ടുള്ള ഓഡിയൻസിനെ കിട്ടും, നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ ചാൻസ് ഉള്ള. അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് ഡാറ്റ, ഇപ്പൊ ഇവിടെ നമ്മൾ ട്രാഫിക്കിൽ നിന്ന് വെബ്സൈറ്റിലെത്തി, വെബ്സൈറ്റിൽ നിന്ന് ഇന്റന്റ് ആ പിക്സൽ ഇവന്റ്സിനെ എടുത്തു, എന്നിട്ട് ആ ഡാറ്റയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്തു. എന്ത് ഓഡിയൻസ്? ടു സ്പെസിഫിക് ആയിട്ടുള്ള ഫിൽറ്റേർഡ് ഐ വുഡ് സേ റീടാർഗറ്റിംഗ് ഓഡിയൻസിനെ നമ്മൾ ബിൽഡ് ചെയ്തു. എന്നിട്ട് ഇവരിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ലാസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പൊ ഈ സ്റ്റെപ്പ് വരെ നിങ്ങൾക്ക് ആരാണ് അവരെന്ന് അറിയില്ല. അവർ വന്നു, ട്രാഫിക് എൻഗേജ്മെന്റ് ആയി, എൻഗേജ്മെന്റിലൂടെ ട്രാഫിക് വന്നിട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത്രയും ഹോട്ടായി നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലീഡ് ജനറേഷൻ ആഡ് റൺ ചെയ്യാം. ഈ ഇപ്പൊ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ഈ ഓഡിയൻസിന്റെ അടുത്തേക്ക്. അപ്പോ അവര് അവിടെ നിന്ന് ഈ പരസ്യം കണ്ട് ലീഡ് സബ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് വെരി ഹൈ ക്വാളിറ്റി ലീഡായിരിക്കും. കാരണം എൻഗേജ് ആയി, ട്രാഫിക്കിലെത്തി, വെബ്സൈറ്റ് കണ്ട് പർച്ചേസിൽ ക്ലിക്ക് ചെയ്ത് അതിനുശേഷം അവരിലേക്ക് നമ്മൾ റീടാർഗറ്റ് ചെയ്ത് അതിൽ നിന്നാണ് നമ്മൾ ഇവിടെ ലീഡ് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ദിസ് ബിക്കംസ് വെരി ഹൈ ക്വാളിറ്റി ലീഡ് കോസ്റ്റ് കൂടുതലായിരിക്കും, നമ്പർ ഓഫ് പീപ്പിൾ കുറവായിരിക്കും, ബട്ട് അവര് നിങ്ങളുടെ കസ്റ്റമർ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ പർപ്പസ് എന്ന് പറയുന്നത് വളരെ വൈഡായിട്ട് കിടക്കുന്ന ജനതയിൽ നിന്ന് നമുക്ക് നമ്മളുടെ കസ്റ്റമർ ആവാൻ വേണ്ടിയിട്ടുള്ള ഫിൽട്രേഷൻ പ്രോസസ്സ് നടക്കുക എന്നുള്ളതാണ് ഇവിടെ വേണ്ടത്. അപ്പൊ ഇതിന്റെ താഴെ വരുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് ബോട്ടം ഓഫ് ദി ഫണൽ എന്ന് പറയുന്നത്. ഈ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ വരുന്നതിനെയാണ് നമ്മൾ ബോട്ടം ഓഫ് ദി ഫണൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ഈ എൻറ്റയർ ഓഡിയൻസിനെ ഫിൽട്ടർ ചെയ്ത് കസ്റ്റമർ ആക്കുന്ന പ്രോസസ് യൂസിങ് മെറ്റ, പിക്സൽ, ഡാറ്റ സോഴ്സസ് ആൻഡ് റീടാർഗറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ എന്തെങ്കിലും സംശയം ഈ ഒരു പ്രോസസ്സിനെ കുറിച്ചുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യാം. താങ്ക് യു.